അത് വഴിതെറ്റിപ്പോകുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഉയർന്ന ശബ്ദത്തോടു കൂടി തന്നെ അവിടെ ഇടപെടുകയും തീർച്ചയായും അതിനുള്ള അനുകൂലമായ പ്രതികരണം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ നമ്മൾ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുമ്പോൾ ആ ട്രക്ക് ജലപ്പരപ്പിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് ആളുകളുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതൊരു വലിയ ദീർഘനിശ്വാസമാണ്. ഒരു കാത്തിരിപ്പിനൊടുവിൽ 70 ദിവസത്തെ കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് വേണ്ടി, ഒരു സാധാരണ മനുഷ്യന് വേണ്ടി 70 ദിവസം കാത്തിരുന്നു, 2.5 മാസക്കാലം കാത്തിരുന്നു എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ജീവിതത്തിൽ കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും അന്ന് മനാഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് അവിടുത്തെ പോലീസുകാരും SP-യും കലക്ടറൊക്കെ ചോദിക്കുന്നത് ഏതെങ്കിലും VIP ബന്ധം ഈ പറയുന്ന അർജുൻ ഉണ്ടോ എന്നുള്ളതാണ്. ഏതാണ് ഈ VIP എന്നുള്ളത്? ആ VIP-യുടെ വരവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് അർജുൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. അർജുനെ അറിയായിരിക്കുമല്ലോ, മിക്കവാറും ഈ വഴിയിലൂടെയൊക്കെ തന്നെയല്ലേ പോവുക? ഞങ്ങളെ വീട്ടിൽ ഇവിടെ ഇപ്പോൾ 2 മക്കളെ ഫ്രണ്ട്സാണ് വരാറുണ്ട്. വരുന്ന അതൊരു സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്ന് ഈ വീട്ടിൽ ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള ആളുകൾക്കെല്ലാം അർജുനെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ പ്രത്യേകമാണ്. ഇവിടെ ഏത് നേരവും ഇവിടെ ഉണ്ടാകുകയും ഇപ്പം കുറച്ചായിട്ടാണ് ഇവിടുന്ന് വരാണ്ടായത്. അതാണ് ഈ വീടിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾക്ക് മാത്രമല്ല, ഈ ഗ്രാമത്തിന് പുറത്തു നിന്നുള്ള മനുഷ്യർ, ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മനുഷ്യർ. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ VIP കേരളം 70 ദിവസമായി തിരഞ്ഞുകൊണ്ടിരുന്ന, കർണാടക 70 ദിവസമായി തിരഞ്ഞുകൊണ്ടിരുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടി, ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നേ വരെ നടത്തിയതായിട്ട് ചരിത്രം, ദുരന്ത നിവാരണത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. 3 മനുഷ്യർക്ക് വേണ്ടിയാണ് തെരച്ചിൽ. അതിൽ ഒരു ഉത്തരം കിട്ടി നമുക്ക് അർജുൻ. ലോകേഷും ജഗന്നാഥും ഇപ്പോഴും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ട് എന്നതാണ് വാസ്തവം. ആ തെരച്ചിൽ നടത്തുമ്പോൾ ഇതിൽ ഏത് VIP-ക്ക് വേണ്ടിയാണ് ഇത്രയും അധികം മാധ്യമങ്ങൾ തുടർച്ചയായി ലൈവുകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംപ്രേഷണം ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചില നേതാക്കളൊക്കെ അവിടെ ചോദിച്ചു. പക്ഷേ അതൊരു VIP ആയിരുന്നില്ല. ആദ്യം ചോദിച്ചത് ഉത്തര കന്നഡയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ചോദിച്ചത്. ഏത് VIP ആണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്നാണ്. അത് ഞങ്ങളുടെ അർജുനാണ് എന്ന് കേരളം പറഞ്ഞു, കേരളത്തിൻ്റെ സമൂഹം പറഞ്ഞു. മലയാളിയാണ് എന്ന് ആണ് മനാഫ് അന്ന് ഉത്തരം കൊടുത്തത്. അതൊരു മലയാളിയാണ്. അതെ, മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. കാരണം VIP ഒന്നുമല്ല, VIP ആയതുകൊണ്ടല്ല ഈ പരിഗണന. അതിനകത്ത് കിടക്കുന്നത് ഞങ്ങളിൽപ്പെട്ട ഒരു മലയാളിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തിരയാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ആ ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ കർണാടകയെ ഞെട്ടിച്ചൊരു ഉത്തരം. ഒരു VIP ആയിരുന്നില്ല, കേവലം ഒരു ട്രക്ക് ഡ്രൈവറാണ് അതിനകത്ത് കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളത്. അത് എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മാധ്യമങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധ കൊടുക്കുന്നു വെച്ചാൽ, അയ്യോ അമ്മ അർജുനെ അറിയാമോ? അമ്മയ്ക്ക് അറിയോ അർജുനെ? കാണാനുണ്ടായിരുന്നോ? ആണല്ലേ? അമ്മ വയ്യാത്തൊരമ്മയാണ്. അയ്യോ, ഇരുന്നാ മതി കേട്ടോ, ഇരുന്നാ മതി. എത്ര വയസ്സുണ്ട്? 92 വയസ്സായ ഒരു അമ്മയാണ് അർജുനെ കാണാൻ വേണ്ടി ഇപ്പോൾ വീടിന് പുറത്ത് കസേരയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ സാധാരണ ഈ ക്ഷേത്രോത്സവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വീട്ടുകാരിറങ്ങി വന്ന് കാത്തിരിക്കുമല്ലോ. ഇപ്പോൾ തങ്ങളിൽപ്പെട്ട ഒരാൾ, തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലാതിരുന്നിട്ട് കൂടി ഒരു നാട് കുടുംബമായി തീരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളെ തേടിയെത്തിയ ഒരു അമ്മ, 92 വയസ്സുള്ള ഒരു അമ്മൂമ്മയാണ്. ഓരോരുത്തരും കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള അമ്മമാരും ഈ അർജുൻ എന്തായി എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ ഈ നാട്ടിൽ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ആ അമ്മൂമ്മ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീട്ടിനകത്ത് ഇരുന്നാൽ മതി. പക്ഷെ അവർ പുറത്ത് വന്നിരിക്കുന്നത് അവർ കാണാൻ ആഗ്രഹിച്ചൊരു കാഴ്ചയാണിത്. കാണാൻ ആഗ്രഹിക്കുന്നതല്ല, അവർ വേദനയോടുകൂടി കാത്തിരുന്നൊരു കാഴ്ചയാണിത്. സ്വാഭാവികമായിട്ടും അവരെപ്പോലെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലൊരു കാഴ്ചയ്ക്ക് വേണ്ടി, ഇത്തരത്തിലൊരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ആയിരുന്നില്ല. തുടക്കത്തിൽ ആദ്യത്തെ 10 ദിവസമൊക്കെ അർജുൻ തിരിച്ചു വരുമെന്ന്, 10 ദിവസമൊക്കെ ഒരാൾ മണ്ണിനടിയിൽ സർവൈവ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ സംഭവിച്ചാലോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു സർവൈവലിന് വേണ്ടി ഒരു 10 ദിവസം കാത്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാത്തിരിപ്പ് ആ കുടുംബത്തോടൊപ്പം ആ അമ്മ ആവശ്യപ്പെട്ടതുപോലെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അത് കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ കുടുംബത്തിനുണ്ടായിരുന്നു. അതേ ആവശ്യത്തോടു കൂടിയാണ് ഈ നാട് മുഴുവൻ കാത്തിരുന്നത്, മലയാളികൾ മുഴുവൻ കാത്തിരുന്നത്. അവസാന നിമിഷം വരെയും ഭാരത് ബെൻസ് ലോറിയുടെ ഡ്രൈവർ ക്യാബിനിൽ ഓക്സിജൻ ഉണ്ടാവുമെന്നും ആ ഓക്സിജനും ഭാരത് ബെൻസ് ലോറിയുടെ ഡ്രൈവർ ക്യാബിൻ്റെ കരുത്തും കൊണ്ട് അർജുൻ തിരികെ വരുമെന്നും കരുതിയിരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരാണ് ഇപ്പോൾ അർജുൻ്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ അർജുൻ തിരികെ വരും എന്ന് വിശ്വസിച്ചിരുന്നവരല്ല നമ്മൾ. പലപ്പോഴും ഒരുപക്ഷെ ഇനി കിട്ടാനാവാത്ത വിധം ആഴങ്ങളിലേക്ക് അർജുൻ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതിയവരിലേക്കാണ് ഒരു ഉത്തരം പോലെ, അല്ലേ, ഇനി ആർക്കും ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും
അത് ആ അമ്മയുടെ പതപ്പിന് കിട്ടിയ ഒരു മറുപടിയാണ് എന്നാണ് ബീന ടീച്ചർ പറഞ്ഞത്. ഒരു അമ്മയുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാത്തിരിപ്പായിരിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നമ്മൾ ഈ നാട് അർജുൻ എവിടെ എന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരമ്മ അർജുന് വേണ്ടി ആ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഓരോ അമ്മമാരും എൻ്റെ മകനാണെങ്കിൽ എന്ന ചിന്തയോടുകൂടി അർജുൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എൻ്റെ സഹോദരനാണെങ്കിൽ, എൻ്റെ ചേട്ടനാണെങ്കിൽ, എൻ്റെ അനിയനാണെങ്കിൽ എന്ന അർത്ഥത്തിൽ മലയാളികൾ ഓരോരുത്തരും ഏറ്റെടുത്തപ്പോഴാണ് എല്ലാവരും അർജുൻ എവിടെ എന്ന ചോദ്യം ഒരുപോലെ ചോദിക്കാനും അത് മാധ്യമങ്ങൾക്ക് ഈ സർക്കാരിനെ മുഴുവൻ എത്തിക്കാനും നമ്മുടെ മുഖ്യമന്ത്രി പോലും നേരിട്ട് അക്കാര്യത്തിൽ ഇടപെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഒരാളാണ് ഒരു ലോറി ഡ്രൈവറാണ്, ഒരൊറ്റ വ്യക്തിയാണ്. അത് എന്നാൽ പിന്നെ അത് ഇത്രയും വലിയ ദുരന്തമല്ലേ, ഒരാളങ്ങ് കാണാതാവട്ടെ എന്ന് വിചാരിക്കാതിരിക്കാനുള്ള കാരണം ആദ്യത്തെ 10 ദിവസം ഉണ്ടായ ഒരു ആകാംക്ഷയാണ്. മണ്ണിനടിയിൽ ജീവനോടെ ഒരാൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണ്ടേ എന്നൊരു ചോദ്യം ആദ്യത്തെ 10 ദിവസം ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് അർജുൻ നമ്മളെ വേണ്ടപ്പെട്ടവനായപ്പോൾ എങ്കിൽ പിന്നെ അർജുൻ്റെ ഒരു പൊടിയെങ്കിലും കണ്ടെത്തണമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് പാഠങ്ങൾ അർജുൻ്റെ ഈ തെരച്ചിൽ നമ്മൾ മനുഷ്യർക്ക് നൽകുന്നുണ്ട്.